ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജാസ്മിൻ ജാഫർ ഇതിന് മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ കല്യാണം വേണ്ടെന്ന് വെച്ച് അതിനൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ കയറിയിരിക്കുന്നത്. ബിഗ് ബോസിൽ കയറുന്നതിന് ശേഷം ജാസ്മിന് ഉപ്പ പറയുന്നുണ്ട്, അതേപോലെ തന്നെ ജാസ്മിൻ തന്നെ ബിഗ് ബോസിൽ വെച്ച് പറയുന്നുണ്ട്, ഞാനൊരു പയ്യനുമായി റിലേഷൻഷിപ്പിലാണ്, ഞങ്ങളുടെ കല്യാണം ഇപ്പോൾ അടുത്തായിട്ടുണ്ടാവും, ആ ഒരു കല്യാണം ഉറപ്പിച്ച് വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് ആരാണ് എന്താണെന്നൊന്നും ജാസ്മിന് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. അഫ്സൽ എന്ന് പറയപ്പെടുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ആ അഫ്സലിൻ്റെ ഒരു വോയിസ് റെക്കോർഡിങ്, അതായത് അഫ്സലിന് ഈ ഒരു ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഗബ്രിയുമായിട്ടുള്ള ആ ഒരു സംഭവങ്ങളും ഒരുപാട് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പിന്നെ റിലേഷൻഷിപ്പ് അവർ തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ ഇവന് സഹിക്കണില്ല. അപ്പോൾ ഈ ഒരു അഫ്സൽ എന്ന് പറഞ്ഞ പയ്യന് ഈ ഒരു ഗബ്രി, അതായത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര ഒരു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ ജാസ്മിൻ ജാഫറിനോട് ഈ അഫ്സൽ എന്ന് പറഞ്ഞ പയ്യൻ, അതായത് ജാസ്മിന് കെട്ടാൻ പോകുന്ന പയ്യൻ, ജാസ്മിന് ബിഗ് ബോസ് കയറുന്നതിൻ്റെ കുറച്ച് മുമ്പൊക്കെ വിളിച്ചിട്ട് സംസാരിച്ച് അവസാനമായിട്ട് ആ പയ്യനുമായിട്ട് സംസാരിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ ജാഫറിനോട് ഈ അഫ്സൽ എന്നറിയപ്പെടുന്ന ഈ പയ്യൻ പറഞ്ഞിരുന്നു, പിന്നെ ബിഗ് ബോസിൽ പറയാൻ പാടില്ല, ഇത് ഒരു സീക്രട്ടായി തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ജാസ്മിൻ തന്നെ പറഞ്ഞതാണെന്നും ഈ ചെക്കൻ ഒരു തമ്മിൽ പ്ലാൻ ചെയ്ത് പറഞ്ഞതാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തെന്നെ ആയാലും ഇത് ഇപ്പം മൊത്തത്തിൽ ആരാണ് എന്താണെന്നുള്ളതൊക്കെ പുറത്തെയാടി. ഇതിന് മുമ്പൊരു ചെക്കൻ ഇതേമാതിരി ജാസ്മിനായിട്ട് പിന്നെ റിലേഷൻ ഉറപ്പിച്ചതായിരുന്നു, പിന്നീട് ഒഴിവാക്കേണ്ടി വന്നിരുന്നുള്ള കേസൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ആ ചെക്കൻ്റെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഏകദേശം 7 മിനിറ്റോളം നീണ്ടെടുക്കുന്ന ഒരു വോയിസ് റെക്കോർഡിംഗ് ആണ്. ആ വോയിസ് റെക്കോർഡിൽ ആ പയ്യന്, ഈ ഒരു അഫ്സൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പയ്യന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അഫ്സൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ എന്തൊക്കെയാണ് ഈ അഫ്സലിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വോയിസ് റെക്കോർഡിങ്ങിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ജാസ്മിൻ അവിടെ കാണിക്കുന്ന ഈ കലാപരിപാടികളൊന്നും ഈ പയ്യന് തീരെ പറ്റണില്ല. പിന്നെന്ന് വെച്ചാൽ ഇത് ആളുകൾ അറിഞ്ഞപ്പോൾ ആളുകളും തമ്മിൽ വിലയിരുത്താണ്, ഇവളെ ഒരു കല്യാണം ഉറപ്പിച്ച പെണ്ണ്, പിന്നെ എന്തോ ഗബ്രിയുമായിട്ട് എന്ത് കോംബോണ് അവിടെ നടത്തുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ വിജയിക്കാൻ വേണ്ടി 4 ആൾക്കാരെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് അവിടെ കളിക്കുന്ന ഒരു നാടകമാണെന്നൊന്നും അറിയില്ല. എന്തായാലും ജാസ്മിനോട് പറയരുത് എന്ന് പറഞ്ഞൊരു കാര്യം ജാസ്മിൻ പറഞ്ഞു. അപ്പം പയ്യൻ പറയുന്ന വോയിസ് റെക്കോർഡിങ് നമുക്കൊന്നും, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം. പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക്, അതിനെല്ലാത്തിനുള്ള ആൻസർ ചിലപ്പം എൻ്റെ ഈ വോയിസിൽ കാണുമായിരിക്കാം. എൻ്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ്. അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിയുന്നൊരു സംഭവമാണ്. ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായം തന്നെയാണ്. പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിൽ ലൈവിൽ അവൾ ഈ ഗബ്രി എന്ന ചെക്കൻ്റെ അടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ്. പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല, അല്ലെങ്കിൽ പേഴ്സണൽ, അതായത് ഫാമിലിയുള്ള ആളുകൾ മാത്രമേ അറിയുള്ളൂ ഈ ഒരു സംഭവം. അത് ജാസ്മിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു പുറത്ത് അറിയരുതെന്ന്. ജാസ്മിനോടെ പോയിട്ട് ഗബ്രിനോട് പറഞ്ഞു, പിന്നെ അത് മൊത്തത്തിൽ അറിഞ്ഞു, നാടകം അറിഞ്ഞു. എന്തായാലും അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ അതവളവിടെ പറഞ്ഞു, അതവൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതവളവിടെ പറഞ്ഞു. അങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചു, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതുവായിട്ടുള്ളൊരു കോൺവെർസേഷൻ. അതിലവൾ പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ, നമ്മൾ പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ പോയി പറയുമ്പോൾ ചണ്ടിപ്പത്തരം പരിപാടി തന്നെയാണ്. കാരണം അത്രയും ഉറപ്പുണ്ടായതുകൊണ്ട്. ഇത് പേഴ്സണൽ ലൈഫ് വേറെ, അത് റിയൽ ലൈഫ് വേറെ. ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ്. പക്ഷെ അത് സത്യമല്ല. അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക, അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അവൾക്കെന്ന് പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക, അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ. അഫ്സലി എന്ന് പറയപ്പെടുന്ന ഒരു പയ്യൻ ജസ്റ്റ് പെണ്ണാണാൻ വന്നു. അപ്പോൾ ഈ ജാസ്മിന് ബിഗ് ബോസ്ക്ക് എത്തിയതിന് ശേഷം അവൾക്ക് ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായോ? ആദ്യം ഒരാൾ ഒഴിവാക്കി പോയതാണ്. അതിൻ്റെ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പ് ആ ചെക്കൻ പ്രതികരിക്കുന്ന വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഒരുവിധം പല ചാനലിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ അവിടെ എത്തിയിട്ട് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിക്കാണ്, ഇവനെയും ഒഴിവാക്കിയിട്ട് അവിടെ പോയിട്ട് ഗബ്രിൻ്റെ ഒപ്പം കൂടാനുള്ള പരിപാടി ആണോ എന്നുള്ളതും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം
അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പം ശ്രീതുവിൻ്റെ മുമ്പിലും രശ്മിൻ്റെ മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി. കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണറാണ്, പിന്നെ പറയുന്നു വേറെയുള്ളവരടുത്ത് പറയുന്നു. അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി. പിന്നെ അവൾ കരഞ്ഞ് വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻസ് റീസൺ തന്നെ. ഇതിപ്പം കറണ്ട് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം അഫക്റ്റായ അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ്. കാരണം എനിക്കറിയില്ല, എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ പേര് ശരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവന് ജാസ്മിനെ കെട്ടാൻ പോകുന്നൊരു പയ്യനാണെന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ അറിഞ്ഞു. സ്വാഭാവികമായിട്ട് ഓൻ്റെ കുടുംബക്കാർ, ഓൻ്റെ ഫാമിലീസ്, ഓൻ്റെ നാട്ടുകാരൊക്കെ ഓരോട് ചോദിക്കും. അറിയേണ്ട ആൾക്കാരോട് ചോദിക്കുമ്പോൾ എന്തായാലും മറുപടി കൊടുക്കേണ്ടി വരില്ലേ? അറിയാത്ത ഒരാളാകുമ്പോൾ അത് പിന്നെ കണ്ണും വീട്ട് ഇങ്ങനെ എല്ലാം ഒഴിവാക്കാം. ഇത് നമ്മൾ അത്രയും അറിയേണ്ട ഒരാളാകുമ്പോൾ എന്തുകൊണ്ട് നീ കെട്ടാൻ പോകുന്നൊരു പെണ്ണ് അവിടെ പോയി അങ്ങനെ പറഞ്ഞു? അങ്ങനെ ഒരു കോംബോ എന്തായാലും ആരാൾ സഹിക്കൂല. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടി ഇല്ല. കാരണം ഈ റിലേഷന് മുന്നോട്ട് പോവോ ഇല്ല എന്നുള്ള കാര്യത്തിൽ വരെ ജനങ്ങൾക്ക് ഡൗട്ടായി. അവർ തമ്മിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ ഓക്കെ, അതിന് ഞാൻ എന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല. അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം, അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത്. ഇതിപ്പോൾ അതൊക്കെ ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന്. ഇതിപ്പോൾ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ശരിക്ക് ഇവനായിട്ട് റിലേഷനായി വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച് കല്യാണത്തിന് ഏകദേശം ഒരു 7 മാസം മുമ്പാണ് ഇവർ റിലേഷനും കാര്യങ്ങളും പിന്നെ കല്യാണം ഉറപ്പിച്ചതൊക്കെയാന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് പോണു, ഗബ്രിനായിട്ട് കണക്ഷൻ ആവുന്നു, അവിടെ വേറെ റേഞ്ചിൽ കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചൊരു കണ്ടന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനെ നീക്കുപോക്കൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ തോന്നിപ്പോവും. ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട്. അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോംബോസ് വരാൻ, അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും, അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ പേര് അവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ. പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു. ഇത്രയും പ്രശ്നങ്ങളായി, ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയോ അവളുടെയോ കല്യാണ കാര്യം, അതും ഒരു ചർച്ചയായി നിൽക്കുന്നൊരു സംഭവമാണ്. അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട്. അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി, അത് ഞാനായാലും അല്ലെങ്കിൽ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം. പക്ഷേ ഇത്രയും മോശസ്ഥിതിയിൽ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവളുടെ പല ഗെയിം എലിമെൻസും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം അതങ്ങനെ അല്ല അവൾ. പിന്നെ ഞാൻ ഒരിക്കലും അവൾ ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന അല്ല, ഒരിക്കലുമില്ല. അവൾ നല്ലൊരു ഗെയിമറാണ്. അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും. പക്ഷെ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. റിലേഷനായി എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ സംഭവം അവിടെ പോയി പറയുമ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമാണോ? അങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. കാരണം വെച്ചാൽ ഒരു സംഭവം ബിഗ് ബോസിൽ നമ്മളൊരു ജീവിതം റിയൽ ആണ് എങ്കിലും റീൽസ് അല്ലല്ലോ അധികം ബിഗ് ബോസിൽ കാണിക്കുന്നത്. അവരെ ഒറിജിനാലിറ്റി ഉള്ള സംഭവങ്ങളാണ്, അത് അവരെ ഒറിജിനൽ സ്വഭാവവും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ കാണിക്കുന്നത്. നമ്മൾ സിനിമ പോലല്ല. ഒരു സിനിമ ആണെച്ചെങ്കിൽ സിനിമയിൽ അടി ഉണ്ടാവും, കച്ചറ ഉണ്ടാവും, അത് കൊലപാതകം ഉണ്ടാവും, പിന്നെ അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. പക്ഷേ
ഇതങ്ങനല്ലല്ലോ, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാനും കുറേ കാര്യങ്ങൾ അതിപ്പം കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ്, പക്ഷേ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുക്കണം, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം, ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം, ആരെയും വിശ്വസിക്കരുത്, നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് പറയാൻ പറ്റില്ല, ഔട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു ഷോയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം, മാക്സിമം നെഗറ്റീവായിട്ടും വരാം. ഇപ്പോൾ ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൾ മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്കറിയില്ല, ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോവാത്തത്, അവൾ പോകുന്ന മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അതാണ്. ജാസ്മിൻ ജാഫർ ഒരു യൂട്യൂബറാണ്, നല്ല കണ്ടന്റ് ഉണ്ടാക്കാറിയും എവിടെ എന്ത് കൊടുക്കണം എന്നറിയും. അതേപോലെ തന്നെ ഈ ബിഗ് ബോസിലേക്കും പോയ സമയത്ത് അതിൻ്റേതായ പ്ലാനിങ്ങും കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസിനെ പഠിച്ച് എന്ത് എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിച്ചിട്ടാണ് ജാസ്മിന് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പയ്യന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ നല്ലൊരു ക്രിയേറ്ററാണ്, ജാസ്മിൻ നല്ലൊരു ഗെയിമറാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അറിയുന്നതും ആളുകൾക്കൊക്കെ അറിയുന്നതുമാണ് എവിടെ എന്ത് പ്രയോഗിക്കണം എന്നുള്ള കാര്യം ജാസ്മിന് വളരെ വ്യക്തമായിട്ട് അറിയാന്നുണ്ട്. വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ്. ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി, ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും എന്ന് പറഞ്ഞാൽ അവൾ വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല. അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. കാരണം പല 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 എലിമെൻറ്റ്സ് അവൾ കാണിക്കുന്നത് അങ്ങനെ അല്ല. പക്ഷെ അത് ഗെയിമിൻ്റെ ഭാഗമാണെന്ന് പറയുകയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി. എന്താണെന്ന് ഒരു പിടിയില്ല. അവൾ ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടോ, പുറത്ത് എന്താണെന്നുള്ളൊരു സംഭവം ഉണ്ടോ, ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവളവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് പോലും അറിയില്ല അതെന്താ ചെയ്യുന്നതെന്ന്. അവൾ ഇപ്പോൾ ബിഗ് ബോസിൽ എല്ലാ സ്ഥലത്തും ക്യാമറ ഉണ്ട്, എന്ത് സംസാരിച്ചാലും എന്ത് സ്വകാര്യം പറഞ്ഞാലും അവിടെ അറിയാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെ അറിയാതെ പറഞ്ഞതാണോ, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ആ ഒരു ദേശത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണോ, ഈ പയ്യനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ, എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ചിലത് ലൈവിൽ കാണുമ്പം ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് ഇത് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇതിപ്പോൾ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ അവൾക്ക് പുറത്തുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു, പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട്, പുറത്ത് അവളുടെ റിലേഷൻഷിപ്പ് ഉണ്ട്, പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ആ റിയലൈസേഷൻ വരുള്ളൂ. അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല. ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റെത്. എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാം സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട്. എനിക്ക് പല ആൾക്കാർക്ക് ആൻസറബിളാണ്. എനിക്ക് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അവളുടെ അത്തയ്ക്ക് വയ്യ എന്നുള്ള കാര്യം അത് അവൾക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും, പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിപ്പോൾ ഈ പയ്യന് പറയാനുള്ള വോയിസാണ്. അതായത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ജാസ്മിൻ ജാഫർ റിവീൽ ചെയ്യൂല എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഈ ചെക്കൻ പറഞ്ഞതാണ്. കാരണം പറയാനുള്ള കാരണം ഇവനോട് ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടി പറ്റൂല. എന്തായാലും പറയൽ നിർബന്ധമാണ്. എന്തായാലും ജാസ്മിന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അറിയാൻ സാധ്യത ഉണ്ട്. കാരണം ഈ പയ്യൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അത് റിവീൽ ജസ്റ്റ് ഒരു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വെച്ചെങ്കിലും വേറെയുള്ള കാര്യങ്ങളൊന്നും അത് കിറ്റ് ചെയ്യ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ജാസ്മിൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ജാസ്മിൻ എന്താകും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം ഇതിപ്പോൾ ഒരു സംഭവം പറഞ്ഞു, ഇനി വേറെന്തൊക്കെ ഇതേപോലത്തെ സംഭവങ്ങൾ പുറത്ത് വരാനുണ്ട് എന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.